ബീഹാറിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഐക്യത്തോടുകൂടി തന്നെ അവിടെ വോട്ടർ അധികാർ യാത്ര അവസാനിച്ചെങ്കിൽ ഇപ്പോൾ പുതിയ പ്രശ്നം രൂപപ്പെട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയാണ്. തേജസ്വി യാദവും RJD ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ആദ്യം തന്നെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകണമെന്നാണ്. പക്ഷെ കോൺഗ്രസ് അതിന് വഴങ്ങുന്നില്ല. കാരണം അവിടെ കോൺഗ്രസിന് റോളില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? അല്ല, ബീഹാറിൽ RJD മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ പുറത്തു വരുന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ പറയുന്നത് അവർ ലാലുവിൻ്റെ പാർട്ടി തേജസ്വി യാദവ് തന്നെ മുഖ്യമന്ത്രിയായി വരണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഏത് യുദ്ധവും ജയിക്കണമെങ്കിൽ അതിനൊരു പടനായകൻ വേണം, അല്ലേ? ഏറ്റവും മുന്നിൽ നിന്ന് ഏറ്റവും കരുത്തുറ്റ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു മികവുറ്റ തന്ത്രങ്ങളും അടവുകളും അറിയുന്ന നല്ല മെയ്വഴക്കത്തോടുകൂടി നല്ല അഭ്യാസിയായ ഒരു പോരാളി പടനായകനായിട്ട് വരണം. അല്ലെങ്കിൽ ഒരു പടനായകൻ മുമ്പിലില്ലെങ്കിൽ ആ പട തോറ്റുപോകും. കാരണം പടയ്ക്ക് യുദ്ധം ചെയ്ത് മുന്നേറുമ്പോൾ എവിടെയൊക്കെയാണോ വീഴ്ചകൾ സംഭവിക്കുന്നത് അത് പെട്ടെന്ന് കണ്ടറിഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അവരെ പ്രേരിപ്പിക്കണം. അങ്ങനെയാണ് BJP ഒക്കെ പാർലമെൻ്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുന്നത്. ഈ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷ MLA മാർ ചേർന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കും, ഭൂരിപക്ഷ MP മാർ ചേർന്ന് പ്രധാനമന്ത്രിയെ തീരുമാനിക്കും എന്ന ആഴകുഴമ്പൻ രീതിയാണ് ഇപ്പോൾ പിന്തുടരുന്നത്. പണ്ടങ്ങനെയല്ല. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വാക്ക് കേട്ട RJDക്ക് മുഖ്യമന്ത്രി കസേര നഷ്ടമായിരുന്നു. 70 സീറ്റാണ് അവർ പിടികൂടി വാങ്ങിയത്. ആദ്യം RJD അതിന് അനുവാദം നൽകിയിരുന്നില്ല. തുടക്കം അത്രയും സീറ്റുകൾ നൽകാൻ വലിയ തർക്കം നടന്നു. തർക്കമുണ്ടാക്കി 70 സീറ്റ് വാങ്ങി. ഉള്ള ഈ തങ്ങൾക്ക് ലഭിച്ച സീറ്റിലും തോറ്റു. തങ്ങൾക്ക് ലഭിച്ച സീറ്റുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ RJDക്ക് കഴിഞ്ഞെങ്കിൽ, അതോടൊപ്പം തന്നെ CPM-നും കഴിഞ്ഞെങ്കിൽ ഈ കോൺഗ്രസിന് കഴിഞ്ഞില്ല. 10 സീറ്റ് കൂടുതൽ പിടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഭരണം മാറിയനെ. അവിടെ 19 സീറ്റിലാണ് കോൺഗ്രസ് ജയിച്ചതാണ്. പക്ഷെ ഇനി അങ്ങനെ ഒരു സാഹചര്യം ബീഹാറിൽ അവർക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അല്ലെ, എന്നിട്ടും വലിയ ഈ വാഗ്ദാനങ്ങളും വലിയ അവകാശവാദങ്ങളാണല്ലോ. അതൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ RJD അവിടെ കേഡറുള്ള ഒരു പാർട്ടി RJDയും BJP-യാണ്. അല്ലാതെ ഈ പറഞ്ഞ ഈവൻ JDU-ന് പോലും അവിടെ അങ്ങനെ നിതീഷിൻ്റെ ഒരു ഇമേജാണ് അവിടെ സഹായിക്കുന്നത്. മറിച്ച് BJP-യുടെ കേഡറും കൂടെ ചേരുമ്പോഴാണ് ഈ നിതീഷും BJP-യും ഒരു അനിഷേധ്യ ശക്തിയായി അവിടെ മാറുന്നത്, NDA. പക്ഷേ ഇവിടെ ലാലു പ്രസാദ് യാദവിന് കേഡറുണ്ട്. വാസ്തവത്തിൽ അതൊരു തരം ഒരു ഗുണ്ട ടീമാണ്. പക്ഷേ എങ്കിലും താഴെ തട്ടിൽ പ്രവർത്തകരുണ്ട്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ വട്ടപൂജ്യമാണ്. സംഘടന വലിയ ദൗർബല്യം നേരിടുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. ഒരു കാലത്ത് വലിയ നേതാക്കൾ അവിടെ നിന്ന് ഉയർന്നു വന്നു. പക്ഷെ അതൊക്കെ ഇന്ന് ചരിത്രമായി. അതിൻ്റെ ഒരു എന്താ പറയേണ്ട, ഒരു നിഴല് പോലുമല്ല ഇന്നത്തെ കോൺഗ്രസ് ബീഹാറിൽ. കോൺഗ്രസ് ബീഹാറിൽ അമ്പയെ പരാജയപ്പെട്ട്, പ്രത്യേകിച്ചും 2000-ന് ശേഷം അല്ലെങ്കിൽ 2001-ന് ശേഷം ബീഹാറിൽ വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. 2004-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അവിടെ ലാലുവിനായിരുന്നു നേട്ടം. അതുകൊണ്ടാണ് ലാലുവിനെ സഖ്യകക്ഷിയാക്കി സർക്കാർ രൂപീകരിച്ചത്. കേന്ദ്രത്തിൽ UPA സർക്കാർ വന്നത് അങ്ങനെയാണ്. ലാലുവിനെ റെയിൽവേ മന്ത്രി ആക്കേണ്ടി വന്നത് അങ്ങനെയാണ്. സത്യത്തിൽ ഈ ലാലുവിനെ കൂടെ കൂട്ടാൻ കോൺഗ്രസിന് ഒട്ടും തന്നെ ഇഷ്ടമല്ല. ലാലു കറകളഞ്ഞ അഴിമതിക്കാരനാണ്, കറതീർന്ന അഴിമതിക്കാരനാണ്. അപ്പോൾ അങ്ങനെയുള്ള ലാലുവിനെ കൂടെ കൂട്ടുന്നത് കോൺഗ്രസ്സിന് ദോഷമേ ചെയ്യുള്ളൂ എന്ന് കോൺഗ്രസ്സിനകത്ത് വിവരമുള്ള, തലയ്ക്കകത്ത് ആൾ താമസമുള്ള നേതാക്കൾക്കറിയാം. അതുകൊണ്ട് അവർ അതിനൊക്കെ എതിരായിരുന്നു ആദ്യം. പക്ഷേ ഈ BJP-യെ എങ്ങനെയെങ്കിലും മാറ്റി അധികാരത്തിൽ വരണം എന്നുള്ള ഈ ഇടതു പാർട്ടികളുടെയും ജനതാദളുകളുടെയും കോൺഗ്രസിൻ്റെയും ഒറ്റ വാശിക്ക് മുന്നിൽ ഇവരൊരു കോംപ്രമൈസിലെത്തുകയായിരുന്നു. CMP, കോമൺ മിനിമം പ്രോഗ്രാം എന്നാണ് ആ കോംപ്രമൈസിൻ്റെ പേര്. പക്ഷെ അന്ന് തൊട്ട് ഇങ്ങോട്ട് കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്നത്. നോക്കൂ, 2006-ൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2006-ലോ 2007-ലോ നടന്നു. ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. അന്ന് കോൺഗ്രസ് ലാലുവുമായിട്ട് ചേരാൻ തയ്യാറായില്ല. സംസ്ഥാന നിയമസഭ രൂപീകരിക്കാൻ എല്ലാവരും വിചാരിച്ചത് അന്ന് കോൺഗ്രസ് ലാലുവുമായിട്ട് ചേർന്ന് രൂപീകരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതുണ്ടായില്ല. ഇവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയുമില്ല. ഈ പറഞ്ഞതുപോലെ
എൻ ഡി എക്കും, അതായത് നമ്മുടെ നിതീഷ് കുമാറിനും ബി ജെ പിക്കും, ജെ ഡി യുവിനും ബി ജെ പിക്കും. അങ്ങനെ ഇത് പല കഷ്ടങ്ങളായിട്ട് നിന്നതുകൊണ്ട് അവിടെ അന്ന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നു. പക്ഷെ അത് കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു 1 വർഷമോ 2 വർഷമോ എന്താ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്നു. കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല. ജെ ഡി യുവും ബി ജെ പിയും വലിയ, എനിക്ക് തോന്നുന്നു 2 പേർക്കും ഏതാണ്ട് 100-ന് അടുപ്പിച്ച് സീറ്റ്. എനിക്ക് തോന്നുന്നു ബി ജെ പി ആയിരുന്നു ഒറ്റകക്ഷിയെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ മികച്ച ഭൂരിപക്ഷത്തിൽ, അതായത് 4/3 ഭൂരിപക്ഷത്തോടു കൂടി ബി ജെ പി NDA സഖ്യം അവിടെ ഭരിക്കാൻ കയറി. അന്ന് തൊട്ട് ഇങ്ങോട്ട് പിന്നീട് നിതീഷിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ലാലു പ്രസാദ് അങ്ങനെയല്ല. കയറിയും ഇറങ്ങിയും ഒക്കെ ലാലു മുറിവേറ്റും പരിക്കേറ്റും ഒക്കെ ലാലുവിൻ്റെ പാർട്ടി മുന്നോട്ട് പോയി. ലാലുവിനൊരു മെച്ചമുണ്ടായത് ഈ മകൻ തേജസ്വി യാദവ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ്. മകൾ മിസ ഭാരതിയെ കൊണ്ടുവന്നു. ലാലുവിന് 9 മക്കളാണ്. അതിൽ മൂത്ത മകൾ മിസ ഭാരതി ഇപ്പോൾ MP ആണ്. പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ജനിച്ചതുകൊണ്ടാണ് അതിന് മിസ ഭാരതി എന്ന് പേരിട്ടത്. ആ മിസ ഭാരതിയെ കൂടാതെ തേജ് പ്രതാപ് യാദവ് എന്ന് പറയുന്ന ഒരു മകൻ കൂടിയുണ്ട്. ആ മകനെയാണ് ലാലു ആദ്യം കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ അത് ചൊവ്വല്ല എന്ന് ലാലുവിന് വൈകാതെ മനസ്സിലായി. പുള്ളി ഇങ്ങനെ പിന്നെ ചിരിച്ച് കളിച്ച് പാട്ടും പാടി അത്യാവശ്യം ചില സേവകളൊക്കെ ചെയ്ത് നടക്കുന്നൊരു കക്ഷിയാണ്. അത് ലാലുവിന് വലിയ അപകടമാണെന്ന് മനസ്സിലായി. ലാലു അങ്ങനെ പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ ഇയാളിനെ ഒഴിവാക്കി. അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വിവാഹമൊക്കെ കഴിഞ്ഞോ അങ്ങനെ അങ്ങ് പോവുകയാണ്. വിവാഹം കഴിച്ചോ ഇല്ലയോ എന്ന് പോലും ലാലുവിന് വ്യക്തമല്ല. എന്തായാലും ശരി, ലിവിങ് ടുഗദർ ആണോ എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ട്. പക്ഷേ തേജസ്വി യാദവ് അങ്ങനെയല്ല. വളരെ ചിട്ടയായി പ്രവർത്തനങ്ങളിലൂടെ പാർട്ടിയെ ശക്തിപ്പെടുത്തി താഴെ തട്ടിൽ നല്ല ഭംഗിയായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ് തേജസ്വി യാദവ്. ആ തേജസ്വി യാദവിൻ്റെ പച്ചയിൽ കഴിഞ്ഞ തവണ ഈ പറഞ്ഞ പോലെ ജെ ഡി യു അവിടെ മത്സരിക്കുമ്പോൾ, ജെ ഡി യുമായിട്ട് ചേർന്ന് മത്സരിക്കുമ്പോൾ അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു. അന്ന് ഈ ശരിക്കും പറഞ്ഞാൽ ലാലുവിൻ്റെ പാർട്ടി അപ്പോഴും ഈ പറഞ്ഞതുപോലെ താഴെ തട്ടിൽ കേഡറുള്ളത് കൊണ്ട് നിതീഷിൻ്റെ ഇമേജും കൂടെ വർക്കൗട്ടായപ്പോൾ അവർക്ക് മികച്ച ഭൂരിപക്ഷം കിട്ടി. 2014 നരേന്ദ്രമോദി BJPയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറായിട്ട് വന്നപ്പോഴാണ് നിതീഷ് പിണങ്ങിപ്പോയത്. അങ്ങനെയാണ് ഇവർ RJDയും കോൺഗ്രസും ഒക്കെ നിതീഷിനെ സപ്പോർട്ട് ചെയ്യുകയും നിതീഷ് മുഖ്യമന്ത്രിയായിട്ട് തുടരുകയും ചെയ്തത്. കുറച്ചുനാൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹം ആദ്യം രാജിവെച്ചു, പിന്നെ മാഞ്ചി അവിടെ മുഖ്യമന്ത്രിയായി, അത് പിന്നെ കുളമായി. അങ്ങനെ തിരഞ്ഞെടുപ്പ് ഒക്കെ നടന്നു. പിന്നീട് നിതീഷ് പിണങ്ങിപ്പോയ നിതീഷ് തിരിച്ച് BJPയിലേക്ക് വരുന്ന കാഴ്ച കണ്ടു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് നിതീഷ് വീണ്ടും പിണങ്ങിപ്പോയി. പിന്നീട് പോയപ്പോൾ ഈ പറഞ്ഞതുപോലെ RJDയുടെ ശാസനകൾക്ക് വഴങ്ങി നിൽക്കേണ്ടി വന്നു. അവിടെ ഈ പറഞ്ഞ തേജസ്വി യാദവിൻ്റെ ശരിയായൊരു സ്വരൂപം നിതീഷിന് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഈ പറഞ്ഞതുപോലെ ഇവർ തമ്മിൽ വീണ്ടും അകലുകയും BJPയുടെ സഖ്യത്തിലേക്ക് നിതീഷ് വീണ്ടും വരികയും ചെയ്തു. എന്തായാലും ഈ RJD കോൺഗ്രസും തമ്മിൽ ധാരണ ഉണ്ടാക്കുമ്പോഴെല്ലാം വലിയ തർക്കം നടക്കുകയാണ്. കാരണം എൻ്റെ അപ്പൂപ്പന് ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ആ ഒരു മനോഭാവം വെച്ച് കോൺഗ്രസ് അവിടെ സീറ്റുകൾ കൂടുതൽ ചോദിക്കുന്നു. എന്നാൽ കോൺഗ്രസ്സിന് താഴെത്തട്ടിൽ പ്രവർത്തനമില്ല. ഈ ബീഹാർ എന്ന് പറയുന്നത് നമുക്കറിയാം, കൃത്യമായ ജാതി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയൊരു വിളനിലമാണ് ബീഹാർ. എനിക്ക് തോന്നുന്നു UPയിൽ പോലും അത്രയും ഉണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷെ ബീഹാറിൽ പരിപൂർണമായും ജാതി രാഷ്ട്രീയമാണ്. അവിടെ കൃത്യമായിട്ട് ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് പയറ്റിയാൽ മാത്രമേ അവിടെ വിജയിക്കാൻ പറ്റുള്ളൂ. അക്കാര്യത്തിൽ BJPയെ കവച്ചു വയ്ക്കാൻ ഇനി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയില്ല. BJP വളരെ കൃത്യമായിട്ട് ഏറ്റവും സൂക്ഷ്മമായി മണ്ഡലത്തിലെ ചെറിയ ചലനങ്ങൾ പോലും മനസ്സിലാക്കി അതിനനുസരിച്ച് സ്ഥാനാർത്ഥിയെ, ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി അതിനനുസരിച്ച് സ്ഥാനാർത്ഥിയെ നിർത്താൻ അവർക്കുള്ള മിടുക്ക് ഒന്ന് വേറെയാണ്. അതുകൊണ്ടാണ് BJP അവിടെ പല മണ്ഡലങ്ങളിലും ജയിച്ചു വരുന്നത്. കോൺഗ്രസ്സിന് ആ തന്ത്രങ്ങൾ അറിയില്ല, അല്ലെങ്കിൽ അത് പയറ്റാൻ പറ്റിയ നേതാക്കൾ അവിടെ ഇല്ല. അതുകൊണ്ട് കോൺഗ്രസ് വലിയ തിരിച്ചടി നേരിട്ടു. 70 സീറ്റിൽ മത്സരിച്ചിട്ട് 19 ഇടത്താണ് ജയിച്ചത്. 51 സീറ്റ് കൊണ്ട് എന്താ പറയുക, കടലിൽ കളയുന്നത് പോലെ എറിഞ്ഞു കളയുകയായിരുന്നു കോൺഗ്രസ്. ഈ 51 സീറ്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. 234 സീറ്റോ എന്തോ മറ്റോ ആണ് അവിടെ ആകെ ഉള്ളത്. 234 ആണോ 243 ആണോ ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല.
പക്ഷെ അത്രയും സീറ്റുകളിൽ 51 സീറ്റ് നഷ്ടപ്പെട്ടപ്പോൾ അവിടെ പ്രധാനമായിട്ട് 4 പാർട്ടികൾ, ഈ കോൺഗ്രസിനെ കോൺഗ്രസ് അങ്ങേയറ്റം ദുർബലമാണ്, കോൺഗ്രസ്സിന് സംഘടനാ സംവിധാനമില്ല, ഒക്കെ ശരിയാണെങ്കിലും നമ്മൾ 4 പാർട്ടികൾ അവിടെ ഉണ്ട് എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഒന്ന് BJP, ഒന്ന് JDU, ഒന്ന് RJD, പിന്നെ കോൺഗ്രസ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ രാംവിലാസ് പാസ്വാന്റെ പാർട്ടി അവിടെ ഉണ്ട്. ദളിത് വോട്ടുകൾ, മഹാദളിത് വിഭാഗത്തിൻ്റെ വോട്ടുകളൊക്കെ സമാഹരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് LJP, ലോക് ജനശക്തി പാർട്ടി. ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാവ് ചിരാഗ് പാസ്വാൻ, അദ്ദേഹത്തിൻ്റെ മകൻ, രാംവിലാസ് പാസ്വാന്റെ മകനാണ്. ആ ചെറുപ്പക്കാരനും നല്ല ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ചും ഈ ദളിത് വിഭാഗങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കൂട്ടരാണ്. അവരുടെ ആ പാർട്ടിയുടെ ഒരു ശാഖ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട്, LJP കേരളത്തിലുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണ് ബീഹാറിലുള്ളത്. അതിനെ സമർത്ഥമായിട്ട് മുതലെടുക്കാൻ ഈ കോൺഗ്രസ്സിന് പറ്റുന്നില്ല. RJDയെ കൂടെ, ഈ ഞണ്ട് ഇങ്ങനെയാണല്ലോ, ഞണ്ടുകളെ പിടിച്ച് കൂടക്കകത്തിട്ടാൽ ഒരു ഞണ്ട് കയറി പോകുമ്പോൾ പുറകെ വന്ന് മറ്റൊരു ഞണ്ട് അതിൻ്റെ കാലെ പിടിച്ച് വലിച്ച് താഴെയിടും എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസ് RJDയെ കൂടെ വലിച്ച് വെള്ളത്തിലേക്ക് ഇടുകയാണ്. അത് സമർത്ഥമായിട്ട് നേട്ടം കൊയ്തുകൊണ്ടിരിക്കുന്നത് BJPയും JDUവുമാണ്. അത് കോൺഗ്രസ് ഇനിയും അങ്ങനെ തന്നെ തുടരും. ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ RJD പ്രഖ്യാപിച്ചെങ്കിലും കോൺഗ്രസ് അവിടെ ഉടക്കുമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും പറ്റില്ല എന്നുള്ള വാദമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. അത് ഇനി കൂടുതൽ ആ കലഹം തെരുവിലേക്ക് വരുന്ന കാഴ്ച വൈകാതെ നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.